ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമ ഫോർബിഡൻ ലവ് എന്ന വെബ് സീരീസിലെ അനാമിക എന്ന എപ്പിസോഡാണ്. ഒരു കുടുംബത്തിൽ ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയിൽ നല്ല ധാരണക്കുറവുണ്ട്. അതുകൊണ്ട് ഭാര്യയ്ക്ക് 25 വയസ്സുള്ള ഒരു പയ്യനോട് പ്രണയം തോന്നുന്നു. അതുമൂലം അവരുടെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? അവർ അതിനെ ധൈര്യമായി നേരിട്ട് പുറത്തു വന്നോ, അതോ അവർ ചെയ്തത് തെറ്റായിരുന്നോ, അവൾ ആ പയ്യന്റെ കൂടെ പോയോ എന്നൊക്കെയാണ് അനാമികയുടെ കഥ. ഓപ്പണിംഗ് സീനിൽ ഒരു ആന്റി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഏകദേശം 35 അല്ലെങ്കിൽ 38 വയസ്സ് പ്രായം വരും. ഇവർ തന്നെയാണ് ഈ സിനിമയിലെ നായിക. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 12 അല്ലെങ്കിൽ 15 വർഷമായി. എന്നാൽ ഭർത്താവ് എപ്പോഴും ജോലി ജോലി എന്ന് പറഞ്ഞ് ഫോണിൽ തിരക്കിലായിരിക്കും. ഓഫീസ് വർക്കിൽ എപ്പോഴും തിരക്കിലായിരിക്കും അയാൾ. ഇവർക്ക് ഇതുവരെ കുട്ടികളായിട്ടില്ല. വെറുതെ വീട്ടിലിരുത്താൻ കഴിയാത്തത് കൊണ്ട് വീട്ടുകാർ എന്നെ ഇങ്ങനെ ഒരു കല്യാണം കഴിപ്പിച്ചയച്ചു. ഇവിടെ വന്നിട്ടും ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെയാണ് അനാമിക പറയുന്നത്. ഞാൻ എത്ര കഷ്ടപ്പെട്ട് പാചകം ചെയ്തു കൊടുത്താലും എല്ലാ ജോലികളും ചെയ്താലും എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷവുമില്ല. എൻ്റെ ജീവിതം ഒട്ടും സന്തോഷകരമല്ല. എൻ്റെ മനസ്സിന് ഈ ജീവിതം ഇഷ്ടപ്പെടുന്നുമില്ല. ഇവിടെ എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇഷ്ടത്തിന് വേണ്ടിയാണ് ജോലിക്ക് പോകുന്നത്. ആ ജോലി ഇഷ്ടമല്ലെങ്കിൽ പോലും സ്നേഹത്തിന് വേണ്ടി അത് ചെയ്യുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഭർത്താവ് എന്നോട് ശരിക്കും സംസാരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല. കുട്ടികളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരെ നോക്കി ഞാൻ സന്തോഷമായിരിക്കുമായിരുന്നു. എന്നെ സമാധാനിപ്പിക്കാൻ പോലും എൻ്റെ ജീവിതത്തിൽ ആരുമില്ലല്ലോ. എന്തൊരു ജീവിതമാണിത് എന്ന് കരുതിയാണ് അനാമിക ജീവിക്കുന്നത്. അങ്ങനെയിരിക്കെ നമ്മുടെ അനാമിക ഭർത്താവിനോട് എന്തോ പറയാൻ വരുന്നു. അപ്പോഴും ഭർത്താവ് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഭർത്താവ് പെട്ടെന്ന് പരിഭ്രാന്തനായി ടിവിയിലേക്ക് നോക്കുന്നു. ഞെട്ടിത്തെരിച്ച് നോക്കുകയാണ്. അതുപോലെ നമ്മുടെ അനാമികയും പരിഭ്രാന്തയായി ടിവിയിലേക്ക് നോക്കുന്നു. ഇപ്പോൾ ഫ്ലാഷ് ബാക്ക്. 4 മാസം മുൻപ് നമ്മുടെ നായികയെ പോണ്ടിച്ചേരിയിലേക്കാണ് വിവാഹം കഴിച്ചു കൊടുത്തിരുന്നത്. നമ്മുടെ അനാമികയുടെ ജീവിതം എങ്ങനെ പോകുന്നുവെന്നാൽ രാവിലെ എഴുന്നേൽക്കുന്നു, ഓഫീസിൽ പോകുന്ന ഭർത്താവിനായി ഭക്ഷണം പാചകം ചെയ്യുന്നു, വീട്ടിലെ എല്ലാ ജോലികളും പൂർത്തിയാക്കുന്നു. ഭർത്താവിന്റെ സുഖമില്ലാത്ത അച്ഛനെയും പൂർണ്ണമായും നോക്കുന്നത് അനാമികയാണ്. എപ്പോഴും വീടിനകത്ത് തന്നെ ഇരിക്കുന്നതിനാൽ അവൾക്ക് വല്ലാത്ത വിഷാദമാണ്. അതിനാൽ അവൾ ഒരു കോഫി ഷോപ്പിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയിരുന്നു. ദിവസവും രാവിലെ ഭർത്താവിന് ലഞ്ച് ബോക്സ് തയ്യാറാക്കി ഓഫീസിലേക്ക് അയക്കുമ്പോൾ അവൾ ഭർത്താവിനോട് സംസാരിക്കാൻ ശ്രമിക്കും. പക്ഷെ ഭർത്താവ് എപ്പോഴും തിരക്കിലാണ്. അതിനാൽ ശരിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അതേ വിഷമത്തിൽ അവൾ ജോലിക്ക് പോകുന്നു. അവിടെ നമ്മുടെ അനാമികയ്ക്ക് ഒരു കൂട്ടുകാരിയുണ്ട്. അവരോട് സംസാരിക്കുന്നത് അവൾക്ക് സന്തോഷം നൽകുന്നു. ആ കടയിലേക്ക് ഒരു പയ്യൻ സ്ഥിരമായി വരാറുണ്ട്. അപ്പോൾ കടയിൽ വരുന്ന പെൺകുട്ടികളെല്ലാം അവനെ സൈറ്റ് അടിക്കാറുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ അനാമികയുടെ കൂട്ടുകാരിയും ആ പയ്യനെ സൈറ്റ് അടിക്കാറുണ്ട്. അന്നൊരു ദിവസം ആ പയ്യന്മാരുടെ ഗ്യാങ്ങിൽ ഒരു പാർട്ടിയാണെന്ന് തോന്നുന്നു. എല്ലാവരും നന്നായി കഴിക്കുന്നുണ്ട്. ആ സമയത്ത് പണം നൽകാനായി ആ പയ്യൻ നമ്മുടെ നായികയുടെ അടുത്തേക്ക് വരുന്നു. പോക്കറ്റ് പരിശോധിച്ചപ്പോൾ അവന്റെ പേഴ്സ് കാണാനില്ല. അതിന് ആ പയ്യൻ, മാഡം, എന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ അനാമിക, നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാരെ വിളിച്ച് പണം ഏർപ്പാടാക്കാൻ പറയൂ എന്ന് പറയുന്നു. അതിന് ആ പയ്യൻ, ഇല്ല മാഡം, ഞാൻ ദിവസവും ഈ കോഫി ഷോപ്പിൽ വരുന്നതാണ്, നാളെ നിങ്ങളുടെ പണം തരാം എന്ന് പറയുന്നു. ഇല്ല സർ, ഞാൻ ഈ കടയിലെ ഒരു ജോലിക്കാരി മാത്രമാണ്. ഇന്നത്തെ ബിൽ ഇന്ന് തന്നെ സെറ്റിൽ ചെയ്യണം. ഓ, അങ്ങനെയാണോ മാഡം? എങ്കിൽ ഈ മോതിരം എടുത്തോളൂ. ഇതിന് ഏകദേശം 48,000 രൂപ വില വരും. തൽക്കാലം ഇത് വെച്ചോളൂ. നാളെ പണം തന്നിട്ട് ഈ മോതിരം ഞാൻ തിരിച്ചെടുത്തോളാം എന്ന് പയ്യൻ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ നായിക ആ മോതിരവുമായി കൂട്ടുകാരിയുടെ അടുത്തേക്ക് പോകുന്നു. അതിന് കൂട്ടുകാരി, അതൊന്നും സാരമില്ല, അയാൾ നാളെ വന്ന് പണം തരും, ഈ മോതിരം നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞ് ആ പയ്യനെ അയക്കുന്നു. പിന്നീട് നമ്മുടെ നായിക ആ മോതിരം കടയിൽ വെക്കാൻ പോകുമ്പോൾ കൂട്ടുകാരി, ഇവിടെ വെച്ചാൽ സുരക്ഷിതമല്ല, നീ ഇത് വീട്ടിലേക്ക് കൊണ്ടുപോ എന്ന് പറയുന്നുണ്ട്. അതിന് നമ്മുടെ അനാമികയും ആ മോതിരം പേഴ്സിലിട്ട് വീട്ടിലേക്ക് പുറപ്പെടുന്നു. ബസ്സിൽ പോകുമ്പോൾ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ പറയുന്നു. നമ്മുടെ അനാമിക പേഴ്സിൽ നിന്നും പണം എടുക്കാൻ കൈയിട്ട് നോക്കുമ്പോൾ ആരോ ബ്ലേഡ് കൊണ്ട് പേഴ്സ് കീറിയിരിക്കുന്നു. പേഴ്സിനുള്ളിലാണ് മോതിരം വെച്ചിരുന്നത്. ഇപ്പോൾ മോതിരം നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് അവൾ വല്ലാതെ പരിഭ്രാന്തയാകുന്നു. ഉടൻ ബസ് നിർത്തിച്ച് അവിടെ എല്ലാം തിരയുന്നു. പക്ഷെ അവസാനം ആ മോതിരം കിട്ടുന്നില്ല. അയ്യോ, നാളെ ആ പയ്യൻ വന്ന് പണം തന്നിട്ട് മോതിരം ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എന്നോർത്ത് അനാമിക പേടിക്കുന്നു. ആ മോതിരത്തിന് 45,000 രൂപ വിലയുണ്ടെന്ന് പറഞ്ഞത് അതിന്റെ 3 മാസത്തെ ശമ്പളമാണ് എന്നവൾ ഓർക്കുന്നു. ഈ വിഷയം ഭർത്താവിനോട് പറഞ്ഞാൽ അയാൾ ഒരുപാട് ദേഷ്യപ്പെടുമെന്നോർത്ത് അനാമിക വല്ലാതെ ഭയക്കുന്നു. അടുത്ത ദിവസം ബസ് പിടിച്ച് ജോലിക്ക് പോകുമ്പോൾ അവൾ കൂട്ടുകാരിയോട് നടന്ന കാര്യങ്ങൾ പറയുന്നു. അതിന് കൂട്ടുകാരി, അതിന് 48,000 രൂപ വിലയുണ്ടെന്നല്ലേ പറഞ്ഞത്? നിന്റെ 3 മാസത്തെ ശമ്പളമാണത്. ഭർത്താവിനോട് പറഞ്ഞ് സഹായം ചോദിക്ക് എന്ന് പറയുന്നു. എന്റെ ഭർത്താവിനോടോ? അയാളോട് പറഞ്ഞാൽ ഉള്ളതിനേക്കാൾ വലിയ പ്രശ്നമാകും.
സാരമില്ല, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് അനാമിക പറയുന്നു. അതേസമയം കോഫി ഷോപ്പിലേക്ക് നായകൻ വരുന്നു. തരേണ്ട പണം നൽകിയിട്ട് മാഡം എന്റെ മോതിരം തരൂ എന്ന് ചോദിക്കുന്നു. സർ, സോറി സർ, ഞാൻ നിങ്ങളുടെ മോതിരം വീട്ടിൽ മറന്നു വെച്ചു പോകുന്നു. നാളെ കൊണ്ടുവന്ന് തരാം, നിങ്ങളുടെ നമ്പർ മാത്രം തരൂ എന്ന് പറഞ്ഞ് അവൾ നമ്പർ വാങ്ങുന്നു. പിന്നീട് നമ്മുടെ നായകനെ കാണിക്കുമ്പോൾ അവൻ വീട്ടിലിരിക്കുകയാണ്. ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു. ഒരു മാപ്പ് വെച്ച് എന്തോ മാർക്ക് ചെയ്യുകയാണ്. മാപ്പ് കാണിച്ച് അവൻ കൂട്ടുകാരനോട് എന്തോ സംസാരിക്കുന്നു. ആ സമയത്ത് പുറത്ത് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മുടെ അനാമിക നായകനെ തേടി അവന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അതിനാൽ വീട്ടിലുണ്ടായിരുന്ന നായകന്റെ സുഹൃത്ത് അവിടെ നിന്ന് പോകുന്നു. നായകൻ അനാമികയെ അകത്തേക്ക് വിളിച്ചിരുത്തിയിട്ട്, നിങ്ങൾ എത്ര ദിവസമായി എനിക്ക് കോഫി ഉണ്ടാക്കി തരുന്നു, ഇന്ന് ഞാൻ ഉണ്ടാക്കി തരുന്ന കോഫി കുടിക്കൂ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി കോഫി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അനാമിക അവനോട് എന്തോ പറയാൻ ശ്രമിക്കുന്നു. അവൻ കോഫി ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ അനാമിക പറയുന്നു, സർ, സോറി സർ, ഞാൻ നിങ്ങളുടെ മോതിരം കളഞ്ഞുപോയി. എന്ത്? എന്റെ മോതിരം കളഞ്ഞെന്നോ? ആ മോതിരത്തിന്റെ വില എന്താണെന്ന് അറിയാമോ? അതെ സർ, 48,000 രൂപ എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. ഇല്ല മാഡം, അതെന്റെ അമ്മ എനിക്ക് സമ്മാനമായി തന്നതാണ്. ഞാൻ അത് വളരെ സെന്റിമെന്റലായി കൂടെ കൊണ്ട് നടക്കുകയായിരുന്നു എന്നവൻ പറയുമ്പോൾ അനാമികയ്ക്ക് എന്ത് പറയണമെന്നറിയാതെ വിഷമിച്ചു പോകുന്നുണ്ട്. അതിന് അനാമിക, സർ, എന്റെ ശമ്പളം 15,000 രൂപയാണ്. ഞാൻ 3 മാസം തുടർച്ചയായി നിങ്ങൾക്കത് തരാം. പ്ലീസ് സർ, ദേഷ്യപ്പെടരുത് എന്ന് പറയുന്നു. അതിന് ആ പയ്യൻ ശരി എന്ന് പറയുന്നുണ്ട്. അവനെ ഒരുവിധം സമ്മതിപ്പിച്ചല്ലോ എന്നോർത്ത് സന്തോഷത്തോടെ അനാമിക വീട്ടിലേക്ക് മടങ്ങുന്നു. അനാമിക വീട്ടിൽ തിരിച്ചെത്താൻ വൈകിയത് കൊണ്ട് ഭർത്താവ് കഴിച്ച പാത്രമെല്ലാം ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് ഉറങ്ങാൻ പോയിരുന്നു. ഇത് കാണുന്ന അനാമികയ്ക്ക് വല്ലാത്ത വിഷമവും ദേഷ്യവും വരുന്നു. എന്നെങ്കിലും ഒരു ദിവസം ഞാൻ വൈകി വരുമ്പോൾ വീടൊന്ന് വൃത്തിയായി വെക്കാൻ പാടില്ലേ? ഈ ചെറിയ ജോലി പോലും അയാൾക്ക് ചെയ്യാൻ പറ്റില്ലേ എന്നോർത്ത് അവൾ വല്ലാതെ വിഷമിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ നായികയ്ക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. ആ പണം നായകന് കൊടുക്കാനായി അവൾ അവന്റെ വീട്ടിലേക്ക് വരുന്നു. അവൻ പതിവ് പോലെ കോഫി ഉണ്ടാക്കി നമ്മുടെ നായികയ്ക്ക് കൊടുക്കുന്നു. അപ്പോഴാണ് നായകൻ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന കാര്യം പറയുന്നത്. ഞാൻ പഠിക്കാനായാണ് ഇവിടെ വന്നത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എന്റെ പഠിപ്പ് തീരും, പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോകും. ഇത് എന്റെ കസിന്റെ വീടാണ് എന്നവൻ അനാമികയോട് പറയുമ്പോൾ അനാമിക എല്ലാം കേട്ടുകൊണ്ട് ഇവന് എങ്ങനെ പണം കൊടുക്കും എന്നോർത്ത് അവന്റെ കയ്യിൽ പണം വെച്ചു കൊടുക്കുന്നു. അപ്പോൾ നായകൻ, നിങ്ങൾ എനിക്ക് പണമൊന്നും തരണ്ട, ഞാൻ ചെയ്തതാണ് തെറ്റ്. അന്ന് ഞാൻ പണം കൊണ്ടുവരേണ്ടതായിരുന്നു. അത് ചെയ്യാതെ മോതിരം നിങ്ങൾക്ക് തന്നു. ഇപ്പോൾ അത് നഷ്ടപ്പെട്ടു. അത് നിങ്ങളുടെ തെറ്റല്ല. എനിക്ക് പണമൊന്നും വേണ്ട. നിങ്ങളുടെ സ്നേഹമുണ്ടെങ്കിൽ മതി. നിങ്ങളുടെ സൗഹൃദം എനിക്ക് മതി. നിങ്ങളുടെ പണം എടുത്തോളൂ എന്ന് പറഞ്ഞ് പണം നമ്മുടെ അനാമികയ്ക്ക് തിരികെ കൊടുക്കുന്നു. അനാമിക ഇത് കണ്ടിട്ട് ആ പയ്യനോട് വല്ലാതെ ഇംപ്രസ്ഡ് ആവുന്നുണ്ട്. അടുത്ത ദിവസം പയ്യൻ കോഫി ഷോപ്പിൽ വന്ന് കോഫി കുടിച്ചതിന് ശേഷം ബിൽ പേ ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ നായിക, നിങ്ങൾ ഈ ബില്ല് തരണ്ട, ഇത് ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ നായകൻ ബിൽ പേ ചെയ്യാൻ എത്ര ശ്രമിച്ചിട്ടും അനാമിക സമ്മതിക്കുന്നില്ല. ഈ വിഷയം അവൾ കൂട്ടുകാരിയോട് പറയുന്നു. അതിന് കൂട്ടുകാരി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ പയ്യൻ വളരെ നല്ലവനാണെന്ന്, അവനാണ് എന്റെ ഹീറോ എന്ന് പറയുമ്പോൾ നമ്മുടെ നായിക, അവൻ എന്റെയും ഹീറോ ആണ് എന്ന് പറഞ്ഞ് അവനോട് സ്നേഹം കാണിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഇരിക്കെ നമ്മുടെ അനാമിക കോഫി ഡേയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവൾക്കൊരു കോൾ വരുന്നു. ആരാണെന്ന് നോക്കി സംസാരിക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ നായകനാണ്. എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് ഒരു പാഴ്സൽ കൊണ്ടുവന്ന് തരും, അത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് തരണം. ഈ ഒരു സഹായം മാത്രം ചെയ്യണം എന്ന് നായകൻ ആവശ്യപ്പെടുന്നു. അതുപോലെ പാഴ്സൽ വാങ്ങി അവൾ നായകന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ഈ പാഴ്സലിൽ എന്താണെന്ന് നായിക ചോദിക്കുമ്പോൾ നായകൻ, എന്റെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ്, അത്രമാത്രം. നിങ്ങൾ ഇരിക്കൂ, ഞാൻ പോയി കോഫി ഉണ്ടാക്കി വരാം എന്ന് പറഞ്ഞു പോകുന്നു. ആ സമയത്ത് നമ്മുടെ നായിക അവിടെ ഇരിക്കുന്ന കീബോർഡ് കാണുന്നു. നിനക്ക് കീബോർഡ് വായിക്കാൻ അറിയാമോ എന്ന് നായകനോട് ചോദിക്കുമ്പോൾ, ഓ, ഞാൻ സൂപ്പറായി കീബോർഡ് വായിക്കും. ഞാൻ വായിക്കുന്നത് കേട്ട് നിങ്ങൾ സ്വയം മറന്നു പോകും എന്ന് പറയുമ്പോൾ നായിക ചിരിക്കുന്നു. അവൻ കീബോർഡ് വായിക്കാൻ തുടങ്ങുന്നുണ്ട്. അത് കണ്ട് നമ്മുടെ അനാമിക കൂടുതൽ ഇംപ്രസ്ഡ് ആകുന്നു. അപ്പോൾ നമ്മുടെ നായിക പതുക്കെ നായകന്റെ അടുത്തേക്ക് വന്ന്, നീ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതെ, പ്രോജക്റ്റിന്റെ ഭാഗമായി ഒറ്റയ്ക്കാണ്. ഇനി 5 ദിവസത്തിനുള്ളിൽ ഞാൻ ഇവിടെ നിന്ന് വിട്ടുപോകും എന്ന് നായകൻ പറയുമ്പോൾ നമ്മുടെ അനാമിക, എനിക്കും കീബോർഡ് വായിക്കണമെന്ന് ഒരുപാട് നാളായി ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നു. അതിന് നായകൻ, അതിനെന്താ, ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് നമ്മുടെ നായികയെ കീബോർഡ് വായിക്കാൻ പഠിപ്പിക്കുന്നു. അങ്ങനെ അവർ കൂടുതൽ അടുക്കുന്നു. നായകൻ അനാമികയുടെ കൈ പിടിച്ച് കീബോർഡ് വായിക്കാൻ പഠിപ്പിക്കുമ്പോൾ അനാമികയുടെ മനസ്സിൽ പെട്ടെന്നെന്തോ ഒരു മാറ്റം സംഭവിക്കുന്നു. അവൾ അവിടുന്ന് പെട്ടെന്ന് പോകാൻ ശ്രമിക്കുന്നു, പക്ഷെ ഫോൺ മറന്നു പോകുന്നു. അതിനാൽ വീണ്ടും വീടിനകത്ത് വന്ന് ഫോൺ എടുക്കാൻ പോകുമ്പോൾ നായകൻ അവളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. അതോടെ അനാമിക ഫ്ലാറ്റ് ആകുന്നു.
അവർ രണ്ടുപേരും ആ വീട്ടിൽ നായകന്റെ റൂമിൽ വെച്ച് റൊമാൻസ് ചെയ്യുന്നു. എന്നിട്ടും അനാമികയ്ക്ക് ഇതിൽ അല്പം പോലും വിഷമം തോന്നുന്നില്ല. അവൾക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ബസ്സിൽ പോകുമ്പോൾ അവൾ ഇതിനെക്കുറിച്ച് ഓർക്കുന്നു. എത്രയോ തവണ എന്റെ ഭർത്താവിനോട് അടുക്കാൻ ശ്രമിച്ചു, പക്ഷെ അയാൾ എപ്പോഴും ജോലി ജോലി എന്ന് പറഞ്ഞു നടന്നു. പക്ഷെ ആ സ്നേഹവും പ്രണയവും എല്ലാം ഇവൻ തരുന്നു എന്നോർത്ത് അവൾ വല്ലാതെ സന്തോഷിക്കുന്നു. പിന്നീട് അനാമികയ്ക്ക് നമ്മുടെ നായകനെ ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ഭർത്താവും ഭാര്യയും ഉറങ്ങുമ്പോൾ അറിയാതെ ഭർത്താവിന്റെ കൈ ഭാര്യയുടെ ദേഹത്ത് വീഴുന്നു. ഇപ്പോൾ അനാമികയ്ക്ക് നായകനോട് പ്രണയമായതുകൊണ്ട് അവൾ ഭർത്താവിനെ തള്ളി മാറ്റുന്നു. അപ്പോഴാണ് നായകൻ ഞാൻ നിന്നെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്ന് മെസ്സേജ് അയക്കുന്നത്. അത് കണ്ട് നമ്മുടെ നായികയ്ക്ക് കൂടുതൽ സന്തോഷമാകുന്നു. അടുത്ത ദിവസം അനാമിക ബസ്സിനായി ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമ്പോൾ നായകൻ അവിടെ വരുന്നു. ചേച്ചി ഞാൻ കൊണ്ടുവിടണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നായികയ്ക്ക് ടെൻഷൻ ആകുന്നു. ഉടൻ നായകന്റെ അടുത്ത് വന്ന് ഡാ ഞാൻ നിനക്ക് ചേച്ചിയാണോ എന്ന് ദേഷ്യപ്പെടുന്നു. പിന്നീട് അവർ രണ്ടുപേരും തിയേറ്ററിലും ബീച്ചിലുമൊക്കെയായി കറങ്ങി നടക്കുന്നു. നമ്മുടെ അനാമിക കോഫി ഷോപ്പിൽ ജോലി തുടരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴും നായകന്റെ വീട്ടിൽ വരുന്നത് ഒരു ശീലമാക്കുന്നു. നായകന്റെ വീട്ടിൽ വന്ന് അവനോടൊപ്പം സമയം ചെലവഴിക്കുന്നത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി അവൾ കാണുന്നു. അവർ സന്തോഷമായിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നായികയ്ക്ക് പാഴ്സൽ വരും, അതായത് നായകന് പാഴ്സൽ വരും. അത് നമ്മുടെ നായികയാണ് വാങ്ങി അവന് കൊടുക്കുന്നത്. ഈ പാഴ്സലിൽ എന്താണെന്ന് നമ്മുടെ നായിക ചോദിച്ചാലും അതിൽ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണെന്ന് മാത്രം നായകൻ പറയുന്നു. പിന്നീട് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നായിക പറയുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, എന്റെ മനസ്സറിഞ്ഞ് നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ നായകൻ ഞാൻ നാളെ ഈ ഊരിൽ നിന്ന് പോവുകയാണ്, നീ എന്റെ കൂടെ വാ എന്ന് പറയുന്നു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നായകൻ ഒരു ഫോൺ കോൾ വരുന്നു. അത് സംസാരിച്ചതിന് ശേഷം അവൻ വല്ലാതെ ദേഷ്യപ്പെടുകയും ടെൻഷൻ ആവുകയും ചെയ്യുന്നു. അനാമിക അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദേഷ്യത്തിൽ നായികയെ താഴേക്ക് തള്ളിയിടുന്നു. അനാമികയ്ക്ക് വല്ലാത്ത വിഷമമാകുന്നുണ്ട്. നിനക്ക് ആരോടോ ഉള്ള ദേഷ്യം എന്റെ മേൽ കാണിക്കുകയാണോ എന്ന് അവൾ ചോദിക്കുന്നു. അവൾ സംസാരിക്കും തോറും നായകന് ടെൻഷൻ കൂടുന്നു. അവൻ മോശം വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. അതോടെ അനാമിക ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അനാമിക പോയതിനു ശേഷം നായകനും വിഷമമാകുന്നു. അവൻ അവളെ വിളിച്ചു നോക്കുന്നു. പക്ഷെ നമ്മുടെ അനാമിക നായകന്റെ നമ്പർ ബ്ലോക്ക് ലിസ്റ്റിൽ ഇട്ടിരുന്നു. ഈ സംഭവം നടന്നതിനാൽ നമ്മുടെ അനാമിക ജോലിക്ക് പോകാതെ 2-3 ദിവസം വീട്ടിലിരിക്കുന്നു, ലീവ് എടുത്തിട്ട്. എപ്പോഴും വിഷമിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ നായികയുടെ കൂട്ടുകാരി നമ്മുടെ നായികയ്ക്ക് ഫോൺ ചെയ്ത് ചോദിക്കുന്നു, നിങ്ങൾക്കിടയിൽ എന്താ പ്രശ്നം? ആ പയ്യൻ ദിവസവും വന്ന് നിന്നെ കുറിച്ച് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ നായിക അനാമിക തനിക്കും നായകനും തമ്മിൽ പ്രണയമായിരുന്നുവെന്നും പിന്നീട് തങ്ങൾക്കിടയിൽ പലതും സംഭവിച്ചുവെന്നും ഇപ്പോൾ വലിയൊരു പ്രശ്നമുണ്ടായെന്നും എല്ലാം കൂട്ടുകാരിയോട് പറയുന്നു. അതിന് കൂട്ടുകാരി, അവൻ നിന്നേക്കാളും ചെറിയ പയ്യനല്ലേ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവനെ വിട്ടുപിരിഞ്ഞത്, ഇനി ഞാൻ അവനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുകയില്ല എന്ന് പറയുന്നു. അടുത്ത ദിവസം നമ്മുടെ നായിക വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി നായകൻ നമ്മുടെ നായികയുടെ വീട്ടിലേക്ക് വരുന്നു. നിങ്ങൾ എന്താ എന്നോട് ശരിക്കും സംസാരിക്കാത്തത്, എന്നെ കാണാത്തത്? ഇന്ന് നിങ്ങളുടെ ഭർത്താവ് വരട്ടെ, എല്ലാം പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്ന് പയ്യൻ പറയുമ്പോൾ നമ്മുടെ നായിക നീ ആദ്യം ഇവിടെ നിന്ന് പോകൂ എന്ന് പറയുന്നു. അതേസമയം ആരോ വാതിലിൽ മുട്ടുന്നു. ആരാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ നായികയുടെ ഭർത്താവാണ്. അയാൾ അകത്തേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ നായകൻ സർ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ അനാമികയ്ക്ക് വല്ലാത്ത പരിഭ്രമമാകുന്നു. നായകൻ സംസാരിക്കാൻ തുടങ്ങുന്നു. അവളുടെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നു പോകുന്നു. സർ ഞാൻ പ്ലംബറാണ്, നിങ്ങളുടെ വീട്ടിൽ ഏതോ പൈപ്പ് പൊട്ടിയിട്ടുണ്ട്, അത് ശരിയാക്കാൻ വന്നതാണ്. പക്ഷെ കടയിൽ സാധനങ്ങൾ വന്നിട്ടില്ല. നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ ഇന്ന് തന്നെ ജോലി തീർത്തിട്ട് പോകാൻ പറയുന്നു. സാധനങ്ങളില്ലാതെ ഞാൻ എങ്ങനെയാണ് സർ ജോലി ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഭർത്താവ് ഇതൊന്നും വലുതായി കാര്യമാക്കാതെ ഈ പയ്യനില്ലെങ്കിൽ വേറെ ആളെ വെച്ച് ജോലി ചെയ്യിക്കാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. നായികയെ ഒരു സംശയവും തോന്നുന്നില്ല. നായകന്റെ ഈ പ്രവൃത്തി കണ്ട് അവൾക്ക് അവനോട് വീണ്ടും സ്നേഹം തോന്നുന്നു. അടുത്ത ദിവസം അനാമിക നായകന്റെ വീട്ടിലേക്ക് പോകുന്നു. നായകൻ ഊരിലേക്ക് പോകാനായി എല്ലാം പാക്ക് ചെയ്യുകയാണ്. എന്താ നിന്റെ പ്ലാൻ എന്ന് നായിക ചോദിക്കുമ്പോൾ നായകൻ നാളെ രാവിലെ 7 മണിക്ക് ഞാൻ പുറപ്പെടും, അതിനു മുൻപ് നീ ഭർത്താവിനോട് പറഞ്ഞിട്ട് എന്റെ കൂടെ വാ, അല്ലെങ്കിൽ നേരിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ ഒരു കത്ത് എഴുതി വെച്ചിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അതിന് അനാമിക പറയാതെ വരുന്നത് തന്നെയാണ് എനിക്കും നിനക്കും നല്ലത് എന്ന് പറയുന്നു. പിന്നീട് നമ്മുടെ അനാമിക പതിവ് പോലെ ആ കോഫി ഷോപ്പിൽ ജോലി ചെയ്യുമ്പോൾ നായകൻ ഒരു വലിയ സ്യൂട്ട് കേസ് കൊണ്ടുവന്ന് നായികയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതിവിടെ വെച്ചേക്കൂ, നാളെ പോകുമ്പോൾ നമുക്ക് എടുക്കാമെന്ന് പറയുന്നു. നമ്മുടെ അനാമികയും ശരി എന്ന് പറഞ്ഞ് ആ സ്യൂട്ട് കേസ് കടയിൽ വെക്കുന്നു. പിന്നീട് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ അവൾ കൂട്ടുകാരിയോട് ഇങ്ങനെ കടയിൽ ഒരു സ്യൂട്ട് കേസ് വെച്ചിട്ടുണ്ട്, നാളെ വന്നെടുക്കാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു.
ഈ സമയത്താണ് നമ്മുടെ നായിക ആ TV ന്യൂസ് കാണുന്നത്. ആ വാർത്തയിൽ എന്താണ് പറയുന്നതെന്നാൽ നമ്മുടെ നായിക ഇത്രയും നാൾ ജോലി ചെയ്തിരുന്ന ആ കോഫി ഷോപ്പിൽ ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നു എന്നതാണ്. അതുമാത്രമല്ല, ഇതുപോലെ 3 സ്ഥലങ്ങളിൽ കൂടി ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ടെന്നും ഇതിന് കാരണക്കാരായ പയ്യന്മാരുടെ ഫോട്ടോകളും കാണിക്കുന്നു. ആ 3 പേർ നായകനും അവന്റെ കൂട്ടുകാരുമായിരുന്നു. പിന്നീട് നായകന്റെ ഒരു ഡ്രോയിങ് കാണിച്ച് അവനെയാണ് തിരയുന്നതെന്നും പറയുന്നു. ഇതെല്ലാം കണ്ട് നമ്മുടെ നായിക വല്ലാതെ പരിഭ്രാന്തയാകുന്നു. അവൾക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. തുടക്കത്തിലെ സീനിൽ നമ്മുടെ നായകൻ മാപ്പ് നോക്കിക്കൊണ്ടിരുന്നത് അവൻ സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ടല്ല, ബോംബ് എവിടെയൊക്കെ വെക്കണം എന്ന് അവന്റെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അത് മാത്രമല്ല, ഇടയ്ക്കിടെ നമ്മുടെ നായികയുടെ കയ്യിൽ നിന്ന് പാഴ്സലുകൾ വാങ്ങിയിരുന്നില്ലേ? ആ പാഴ്സലുകൾ ബോംബ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളായിരുന്നു. അത് തന്നെയാണ് ഒരാൾ എപ്പോഴും കൊണ്ടുവന്നിരുന്നത്. അത് തന്നെയാണ് നമ്മുടെ നായിക വാങ്ങി നായകന് കൊടുത്തിരുന്നത്. അവസാനം നായകൻ ഒരു വലിയ സ്യൂട്ട് കേസ് നമ്മുടെ നായികയുടെ കയ്യിൽ കൊടുത്ത് ആ കടയിൽ വെക്കാൻ പറഞ്ഞില്ലേ? അതെല്ലാം നമ്മുടെ നായിക ഇപ്പോൾ ഓർത്ത് വിഷമിക്കുകയാണ്. അപ്പോൾ അവസാനം അവൻ തന്ന സ്യൂട്ട് കേസ് ബോംബായിരുന്നോ? നമ്മൾ കൊണ്ടുപോയ പാഴ്സലുകൾ എല്ലാം ബോംബുകളായിരുന്നോ എന്നോർത്ത് അവൾ വിഷമിക്കുന്നു. അതിനെക്കുറിച്ച് ഓർത്ത് അവൾ ഞെട്ടുന്നുണ്ട്. ഈ വിഷയത്തിൽ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ? നമ്മളെ അവർ ഉപയോഗിച്ചോ? ഇങ്ങനെ ഒരാളുടെ കൂടെയാണോ ഞാൻ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത്? ഇവന്റെ കൂടെയാണോ ഞാൻ ഓടിപ്പോകാൻ ആഗ്രഹിച്ചത് എന്നൊക്കെ മനസ്സിലോർത്ത് അനാമിക വല്ലാതെ വിഷമിക്കുന്നു. അവനോടൊപ്പം പോകാനായി ഭർത്താവിനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ വാർത്ത വരുന്നത്. ഭാഗ്യം, തലനാഴിരയ്ക്ക് രക്ഷപ്പെട്ടു. ഒന്നും വായിൽ നിന്ന് വീണില്ല. ഇനി എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഒരു കാരണവശാലും എന്റെ ഭർത്താവിനെ ഞാൻ പിരിയില്ല. എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ജീവിക്കും. എത്ര കഷ്ടങ്ങൾ വന്നാലും അത് അദ്ദേഹത്തോടൊപ്പം തന്നെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാം മനസ്സിലൊതുക്കി അവൾ ഭർത്താവിനോട് ഒന്നും സംസാരിക്കുന്നില്ല. ഇതോടെ ഈ സിനിമ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.